ബ്രിഞ്ചാളിൽ എയർ ലെയർ ചെയ്യുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. പെട്ടെന്ന് തന്നെ വേര് പിടിക്കുന്ന ഒരു പ്ലാന്റാണ് ബ്രിഞ്ചാൾ, പ്രത്യേകിച്ച് ജൂൺ ജൂലൈ മാസത്തിൽ. ആദ്യം ബ്ലേഡ് നല്ലപോലെ സ്റ്റെറിലൈസ് ചെയ്യുക. സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷം ലീഫ് നോഡ് കണ്ടെത്തുക. ആ ലീഫ് നോഡിൻ്റെ തൊട്ട് താഴെ കട്ട് ചെയ്യുക. ഒരു സർക്കുലർ കട്ട് കൊടുക്കുക. ഏകദേശം 1 ഇഞ്ച് മാറിയിട്ട് അടുത്ത കട്ട് കൊടുക്കുക. ഇനി ഈ 2 കട്ടും ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് ഒരു കട്ട് വേറെ കൊടുക്കുക. ഓക്കെ, ഇതിൻ്റെ ബാർക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലെയർ ഉപയോഗിച്ചിട്ട് സോഫ്റ്റായിട്ട് മെല്ലെ സ്ലോ ആയിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്യുക. ബാർക്ക് മൊത്തം പോന്നിട്ടുണ്ടാവും, അത് ഒന്ന് റിമൂവ് ചെയ്താൽ മതി. കട്ട് കംപ്ലീറ്റ് ആയിട്ടില്ല തോന്നുന്നുണ്ട്. ഓക്കെ, ബാർക്ക് മൊത്തം ക്ലീൻ ആയിട്ട് പോന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കേമ്പിയം ലെയർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ സോഫ്റ്റായിട്ടൊന്ന് ഇതാക്കിയാൽ മതി. ഇനി കേമ്പിയം ലെയർ ഒന്നും കൂടെ നമ്മൾ കളയാൻ വേണ്ടിയിട്ട് ബ്ലേഡ് എടുത്തിട്ട് ഒന്ന് സ്ക്രേപ്പ് ചെയ്യാം. കളഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് റൂട്ടിംഗ് കപ്പ് വെച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റില്ല, സ്റ്റെമ്മ് വളരെ ചെറുതാണ്. അപ്പോൾ ഒരു പ്ലാസ്റ്റിക് വെച്ചിട്ട് അതിൻ്റെ മുന്നേ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ടുണ്ട്. പ്ലാസ്റ്റിക് കവറിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സബ്സ്ട്രേറ്റ്. ഇതിൽ കൊക്കോപീറ്റ് ഉണ്ട്, പെർലൈറ്റ് ഉണ്ട്, വെള്ളമുണ്ട്. കൊക്കോപീറ്റ് നമ്മൾ ബോയിൽ ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പെർലൈറ്റും വെള്ളം കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ലോണം ക്ലോസ് ചെയ്ത് നല്ലപോലെ അമർത്തി കൊടുക്കുക. ഓക്കെ, ആദ്യം ബോട്ടം ലെവലിൽ നമ്മൾ കേബിൾ ടൈ വെച്ചിട്ട് ഫാസ്റ്റിംഗ് ചെയ്യാണ്. ടൈറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി മുകളിൽ അടുത്ത കേബിൾ ടൈ ഉപയോഗിച്ചിട്ട് ഫാസ്റ്റിംഗ് ചെയ്യണം. ഇടയിലുള്ളത് ഇവിടെ നമുക്കൊന്ന് ഒരു കേബിൾ ടൈ വെച്ചിട്ട് ടൈറ്റ് ചെയ്യാണ്ട്. അത് ടൈറ്റായിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, ഏകദേശം 2 ആഴ്ച നമ്മൾ വെയിറ്റ് ചെയ്താൽ മതി. ഇത് 3 ആഴ്ചയായിട്ടുള്ളതാണ്. ഇതിലിപ്പം നല്ലപോലെ റൂട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ പ്ലാസ്റ്റിക് വെച്ചിട്ടാട്ടോ ഇത് റാപ്പ് ചെയ്തിട്ടുള്ളത്, കേബിൾ ടൈ അല്ല. അത് നമ്മളിപ്പം റീപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. റീപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇത് പാടില്ല, ബ്രിഞ്ചാൾ ഇത് വേണ്ട. അതുകൊണ്ട് ബ്രിഞ്ചാൾ നമുക്ക് കട്ട് ചെയ്യാൻ നോക്കാം. ഇനി അടുത്തത് ഏകദേശം നമ്മൾ എയർ ലെയർ ചെയ്ത അതിൻ്റെ ഒരു നോഡ് താഴെ ഇവിടെയാണ് ആ നോഡ് വരുന്നത്. ഈ നോഡ് ഇവിടെ നമ്മൾ കട്ട് ചെയ്യണം. കട്ട് ചെയ്ത് നമ്മൾ എടുത്തു.
ഈ പ്ലാസ്റ്റിക് നമ്മൾ റാപ്പ് ചെയ്തത് മൊത്തം എടുത്ത് ഒഴിവാക്കുകയാണ്. ഒഴിവാക്കിയതിൻ്റെ ശേഷം ഞാനത് തുറന്ന് കാണിച്ചില്ല റൂട്ട് എത്രത്തോളം വന്നിട്ടുണ്ട് എന്നുള്ളത്. ഉണ്ടോ, നല്ല പോലെ റൂട്ട് വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല റൂട്ട് വന്നു. ഇനി നമ്മൾ ഇതിൻ്റെ ബോട്ടം പോർഷനിൽ കുറച്ച് സാഫ് തേച്ച് വയ്ക്കുകയാണ്. കുറച്ച് സാഫ് വെച്ചിട്ട് ഫംഗൽ ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാണ്. ഓക്കെ, ഇനി നമുക്ക് ഇത് പോട്ട് ചെയ്യാം. ഇവിടെ കട്ട് ചെയ്ത ഭാഗത്തും കുറച്ച് സാഫ് തേച്ച് വെക്കുകയാണ്. നമ്മൾ ആദ്യം എടുത്തിട്ടുള്ളത് ഇവിടെ ഓടിൻ്റെ കഷ്ണങ്ങളാണ്, ടെറാക്കോട്ട ഓടിൻ്റെ കഷ്ണങ്ങൾ. അപ്പം ഇത് ചട്ടീൻ്റെ അടിയിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്, പ്രോപ്പറായിട്ട് ഡ്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ എല്ലുപൊടിയുണ്ട്, ഇത് വേപ്പും പിണ്ണാക്കാണ്, ഫംഗൽ ഇൻഫെക്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് ആട്ടും കാഷ്ടം, പിന്നെ മണ്ണ്, അത് ആട്ടും കാഷ്ടം പൊടിച്ചതാട്ടോ. ഇത് മണ്ണ്. അപ്പോൾ ഇത് നമ്മൾ മിക്സ് ചെയ്യാണ്. ഇത് ഏറ്റവും താഴെ നമ്മൾ വെക്കും. ബേസിൽ ഈ ഹോള് കവർ ചെയ്തിട്ട് നമ്മൾ ടെറാക്കോട്ടയുടെ പീസസ് ഇടുകയാണ്. ഹോളുകളൊക്കെ പ്രോപ്പറായിട്ട് കവർ ചെയ്യുന്ന രീതിയിലാണ് ഇട്ടിട്ടുള്ളത്. ഇനി ഇത് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിൽ നിറയ്ക്കുക. ഇപ്പോൾ ഞാൻ ചെറിയ ചട്ടിയാണ് എടുത്തിട്ടുള്ളത്, കാരണം ചെറിയ ചട്ടിക്കുള്ള മണ്ണാണ് ഇപ്പോൾ മിക്സ് ചെയ്യുന്നത്. ഇത് നിലത്ത് മണ്ണിൽ എനിക്ക് കുഴിച്ചിടാൻ വേണ്ടിയിട്ടാണ് ഈ പ്ലാന്റ് ഞാൻ ലെയർ ചെയ്തത്. അപ്പോൾ ഇത് ടെമ്പററി ആയിട്ട് ഒരു റൂട്ടൊക്കെ ഒന്ന് ഗ്രോ ആവാൻ വേണ്ടിയിട്ട് ഷെയ്ഡിൽ ഏതായാലും വെക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചെറിയ ചട്ടിയിൽ വെക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ആണ് ഈ ചെറിയ ചട്ടി എടുത്തത്. ഇതിലോട്ട് ആദ്യം കുറച്ച് നമ്മളെ മിക്സ് ഇട്ടു. പ്ലാന്റ് വെച്ച് ഒന്ന് ഈ ഒരു ആംഗിൾ പ്രോപ്പർ ആംഗിളാണ്. ഈ ആംഗിൾ കൺഫേം ചെയ്തതിന് ശേഷം നമ്മൾ ബാക്കി മിക്സ് വെച്ച് നിറയ്ക്കണം. നല്ലപോലെ കോമ്പാക്റ്റായിട്ട് നിറയ്ക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ കോമ്പാക്റ്റായിട്ട് നമ്മൾ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് വാട്ടർ ചെയ്യണം. ഒന്ന് കുറച്ച് വാട്ടർ ചെയ്യണം. ഇനി ഇത് തണലത്ത് നമ്മൾ വെക്കും ഏകദേശം ഒരാഴ്ച, അല്ലെങ്കിൽ ഒരാഴ്ച നമ്മൾ തണലത്തിൽ വെച്ചതിൻ്റെ ശേഷം ഇതാ പ്രോപ്പറായിട്ട് ഡ്രെയിൻ ചെയ്യുന്നുണ്ട്. തണലത്ത് വെച്ചതിൻ്റെ ശേഷം മാത്രമേ നമ്മൾ മണ്ണിലോട്ട് കുഴിച്ചിട്ടുള്ളൂ.